ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ ചൈതന്യ മോഹൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് യൂറിക് ആസിഡ് ഉള്ളവർ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ പേർക്കും സുപരിചിതമാണ് യൂറിക് ആസിഡ്. പലർക്കും ഇതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. യൂറിക് ആസിഡ് എന്താണെന്ന് ആദ്യം നോക്കാം. ശരീരത്തിൽ മെറ്റബോളൈസേഷന് ശേഷം ഉണ്ടാകുന്ന ഒരു മെറ്റബോളിക് ബൈ പ്രോഡക്റ്റായി ഫോം ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. ശരിക്കും പ്യൂരിൻ എന്ന് പറയുന്ന കണ്ടന്റിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുണ്ടാകുന്നതാണ്. സാധാരണയായി ഡൈജഷനും അബ്സോർപ്ഷനും ശേഷം യൂറിനിൽ കൂടെ പുറന്തള്ളാറാണ് പതിവ്. എന്നാൽ ചില ആൾക്കാരിൽ അളവിൽ കൂടുതൽ മെറ്റബോളിക് ബൈ പ്രോഡക്റ്റായി ഫോം ചെയ്ത് ബ്ലഡിൽ നിലനിൽക്കുകയാണെങ്കിൽ ശരിക്കും ഇത് നമ്മുടെ ജോയിൻസിൽ അടിയുകയും അതിൻ്റെ ഭാഗമായി വേദന, നീർക്കെട്ടൊക്കെ ഫോം ചെയ്യാറുണ്ട്. ഗൗട്ട് എന്നാണ് നമ്മളിതിന് പറയാറുള്ളത്. ചിലർക്ക് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ആയിട്ടൊക്കെ ഫോം ചെയ്യാറുണ്ട്. കൈയുടെ ജോയിൻസിലും കാലിൻ്റെ ചെറിയ ജോയിൻസിലും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ ആഹാരത്തിൽ നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്തണമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഗൗട്ട് എന്ന കണ്ടീഷൻ നല്ല പെയിൻഫുൾ ആണ്. എന്നാൽ പോലും ഇത് ശരിക്കും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അസുഖം കൂടെയാണ്. ആഹാരത്തിലൊക്കെ നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലപോലെ കൺട്രോൾഡ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുതലാണെങ്കിൽ അതിനെ പുറന്തള്ളുക എന്നുള്ളതാണ്. അതിനാദ്യം ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക. ഇത് മെയിനായിട്ടും കണ്ടുവരുന്നത് പ്രോസസ്ഡ് ഫുഡ്, ബേക്കറി ഐറ്റംസ്, മെയിൻലി ബിസ്ക്കറ്റ്സ്, കുക്കീസ്, കേക്ക്സ് തുടങ്ങിയ പാക്കറ്റ് ഫുഡ്സ്, കൂടാതെ റെഡ് മീറ്റ് റെഗുലർ ആയിട്ട് കൊഴുപ്പ് നീക്കം ചെയ്യാതെ കഴിക്കുന്നവരിലും ഇത് കണ്ടുവരാറുണ്ട്. കൊഴുപ്പ് നീക്കം ചെയ്ത് റെഡ് മീറ്റ് വല്ലപ്പോഴും കഴിച്ചു എന്ന് വെച്ചിട്ട് യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ അധികം കണ്ടുവരാറുമില്ല. ഹൈ ഫാറ്റ് കണ്ടന്റ് യൂറിക് ആസിഡിന്റെ അളവ് കൂട്ടാൻ ഒരു പ്രധാന കാരണവുമാണ്. മെയിൻലി ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഭക്ഷണത്തിൽ നിയന്ത്രണം വരുത്തുന്നതിനേക്കാൾ മുൻപ് വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരഭാരത്തിനനുസരിച്ച് 1/2 മുതൽ 2 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ടീ, കോഫി, ഫ്രൂട്ട് ജ്യൂസസ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതൊന്നുമല്ല വെള്ളം എന്നുള്ളൊരു കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. സാധാരണ പ്ലെയിൻ വാട്ടർ തിളപ്പിച്ച് തണുത്ത വെള്ളം തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കണം. ഇത് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ തുടരണം. വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. വൈറ്റമിൻ സി പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് നെല്ലിക്ക, നാരങ്ങ മുതലായവയിലാണ്. ഇത് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനവുമാണ്. യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ നാരങ്ങ കൊണ്ടുള്ള ഒരു പ്രയോഗം കൂടെ പറഞ്ഞു തരാം. 200 ml പ്ലെയിൻ വാട്ടർ എടുക്കുക. അതിലേക്ക് ഒരു 1/2 മുറി നാരങ്ങ പിഴിഞ്ഞെടുക്കുക. അതിന് ഭക്ഷണത്തിന് ശേഷം കുടിക്കുന്നത് നല്ലതായിരിക്കും. അസിഡിറ്റിയുടെ ബുദ്ധിമുട്ട്, അൾസർ പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ വാട്ടറിന്റെ അളവ് കൂട്ടാൻ ശ്രദ്ധിക്കുക. ഡെയിലി ഒരു നെല്ലിക്ക അറ്റ്ലീസ്റ്റ് പകുതിയെങ്കിലും കഴിക്കാൻ ശ്രദ്ധിക്കണം. കൂടാതെ നമുക്ക് നാട്ടിൻ പുറത്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പേരയ്ക്ക, ജാമ്പയ്ക്ക മുതലായ ഫ്രൂട്ട്സ് ഡെയിലി ഡയറ്റിന്റെ ഭാഗമാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതൊക്കെ വൈറ്റമിൻ സിയുടെ നല്ലൊരു കലവറയാണ്. ഒരു 50 ഗ്രാം മുതൽ 100 ഗ്രാം എന്നൊരു കണക്കിന് വൈറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങൾ ഡെയിലി ഡയറ്റിന്റെ ഭാഗമാക്കുക. അതുപോലെ നെല്ലിക്ക ഡെയിലി കഴിക്കുന്നതിലൂടെ സ്കിന്നിനും ഹെയറിനും ഹെൽത്തിനും മാത്രമല്ല ശരീരത്തിൽ അനാവശ്യമായി കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് പ്രോഡക്ട്സിനെ പുറന്തള്ളാൻ പറ്റിയ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനും നെല്ലിക്ക സഹായിക്കാറുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാന ഘടകമാണ് പാൽ. പക്ഷെ പാൽ തിളപ്പിച്ച് പാട മാറ്റിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാവൂ. കാരണം ഡയറി പ്രോഡക്ട്സ്, പാലിലൊക്കെ ഫാറ്റ് കൂടുതലാണ്. ഹൈലി ഫാറ്റ് ആയിട്ടുള്ള പാൽ കുടിക്കുമ്പോൾ അത് യൂറിക് ആസിഡ് കൂട്ടാൻ കാരണമാകുന്നു. എന്നാൽ പാട നീക്കിയ സ്കിംഡ് മിൽക്ക് ആണെങ്കിൽ ജോയിൻസിൽ അടിഞ്ഞുകൂടിയ യൂറിക് ആസിഡിനെ അലിയിച്ച് കളയാൻ, യൂറിനിലൂടെ പുറന്തള്ളാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് വെജിറ്റബിൾസ്. പക്ഷേ യൂറിക് ആസിഡിന്റെ പ്രശ്നമുള്ളവർക്ക് എല്ലാ വെജിറ്റബിൾസും ഡെയിലി കഴിക്കാനും പറ്റില്ല. പലർക്കും സംശയമുള്ളതാണ് ചീര ഡെയിലി കഴിക്കുന്നത് അത്ര നല്ലതല്ല. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കഴിക്കുന്നത് കൊണ്ട് എന്നാൽ പ്രശ്നവുമില്ല. അതുപോലെ ഓട്സ്, നട്ട്സ്, ബ്രോക്കോളി, കടല, പയർ, സീഡ്സ്, കോളിഫ്ലവർ മുതലായവ സ്ഥിരമായി കഴിച്ചാൽ പ്രോട്ടീൻ്റെ ഒരു ഇത് വെച്ചിട്ട് യൂറിക് ആസിഡിന്റെ അളവ് കൂട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു മോഡറേറ്റ് ലെവലിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വക സാധനങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താതിരുന്നാലും നമ്മുടെ ഹെൽത്ത് വീക്കാകും. സോ ഇതെല്ലാം ആഴ്ചയിൽ ഓരോ ദിവസം എന്ന കണക്കിന് കഴിക്കാനും ശ്രദ്ധിക്കുക.
എന്നാൽ ചില ആഹാരങ്ങൾ യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്ക് കഴിക്കാൻ പാടില്ലാത്തതായും പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ലിവർ, കൊഴുപ്പ് നീക്കം ചെയ്യാത്ത റെഡ് മീറ്റ്, ബേക്കറി ഐറ്റംസ്, ഹൈലി ഫാറ്റ് ആയിട്ടുള്ള മിൽക്ക്, ഡയറി പ്രോഡക്ട്സ്, പനീർ പോലുള്ളവ. പുറത്തു നിന്നുള്ള ഭക്ഷണം 3 നേരം കഴിക്കുക. ഐസ്ക്രീംസ്, ഫ്രൈഡ് ഐറ്റംസ് മുതലായവ പരമാവധി ഒഴിവാക്കുക തന്നെ വേണം. അല്ലാത്ത പക്ഷം നമ്മൾ എത്രയൊക്കെ വെള്ളം കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായ ഒരു ഡയറ്റ് തന്നെ ഫോളോ ചെയ്യണം. അല്ലാത്ത പക്ഷം ചെറിയ ചെറിയ ജോയിൻസിൽ നീർക്കെട്ട് പോലുള്ള ബുദ്ധിമുട്ടുകളും പെയിനും അനുഭവപ്പെടാറുണ്ട്. തീർച്ചയായും എല്ലാവരും ഇതുപോലൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്